നമസ്തേ, ഹരിശരണം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവദ്ഗീത സാംഖ്യയോഗഃ. ശ്ലോകം 14. നാസതോ വിദ്യതേ ഭാവോ ന ഭാവോ വിദ്യതേ സദഃ ഉഭയോരജി ദൃഷ്ടോന്തസ്ത്വനയോസ്തത്വദർശിഭിഃ. ഇല്ലാത്തതിന് ഉന്മ, അതായത് ഉണ്ടെന്നുള്ള സ്ഥിതി. ന വിദ്യതേ എന്ന് പറഞ്ഞാൽ ഇല്ല. സദാ ഉള്ളതിന്, ശാശ്വതമായതിന് ഇല്ലായ്മ. ഈ രണ്ടിൻ്റെയും അന്തം അഥവാ രഹസ്യം തത്വദർശികളാൽ ദർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സാരം. അതായത് ഇല്ലാത്തതൊന്നും ഉണ്ടാവുകയില്ല, ഉള്ളതൊന്നും ഇല്ലാതാകുകയുമില്ല. ഭൗതിക പ്രപഞ്ചം ഇല്ലാത്തതാണ്. ഈ ശരീരങ്ങൾ ഭൗതിക പ്രപഞ്ചത്തിന്റെ അംശങ്ങളാകുന്നു. ഇവ ഉണ്ടെന്ന് പറയുന്നത് വെറും തോന്നലാണ്, മിഥ്യയാണ്. സത്തായിട്ടുള്ളത് ആത്മാവ് മാത്രമാണ്. അതിനില്ലായ്മ ഉണ്ടാവുകയുമില്ല. അത് നിത്യമാണ്, അനശ്വരമാണ്. ശരീരാദി ഭൗതിക പ്രപഞ്ചത്തിൻ്റെയും ആത്മീയ ലോകത്തിൻ്റെയും സ്വഭാവം തത്വദർശികൾ കണ്ടറിഞ്ഞിട്ടുണ്ട്. ഇവയുടെ സ്വഭാവഭേദം ഗ്രഹിക്കാൻ കഴിഞ്ഞവരെയാണ് തത്വജ്ഞാനികളെന്ന് പറയുന്നത്. ശ്ലോകം 17. അവിനാശിതു തദ്യുക്തി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കഞ്ചിത് കർത്തുമർഹതി. അർത്ഥം: യാതൊന്നിനാൽ ഇതം സർവം എന്ന് പറഞ്ഞാൽ ഈ ശരീരമെല്ലാം വ്യാപ്തമായിരിക്കുന്നുവോ അതാകട്ടെ നാശമില്ലാത്തതാണെന്ന് അറിഞ്ഞാലും, നാശമുണ്ടാകാത്ത ഇതിന് എന്ന് പറഞ്ഞാൽ ആത്മാവിന്, വിനാശം കർത്തും എന്ന് പറഞ്ഞാൽ നാശമുണ്ടാക്കുന്നതിന് ഒരുത്തനും ശക്തനാകുന്നില്ല. അതായത് ഈ ശരീരത്തിന്റെ ഓരോ അംശത്തിലും ജീവാത്മാവ് വ്യാപിച്ചിരിക്കുന്നു. ശരീരകോശങ്ങളിലെല്ലാം പ്രവർത്തന സജ്ജമായ ജീവാത്മാവുണ്ട്. സാധാരണഗതിയിൽ അതിനെ സ്വബോധം എന്നോ പ്രജ്ഞയെന്നോ പറയാറുണ്ട്. അതിൻ്റെ പ്രവർത്തനം പരിമിതമാകുമ്പോൾ പ്രജ്ഞയറ്റു കിടക്കുന്നുവെന്നോ സ്വബോധം നഷ്ടപ്പെട്ടുവെന്നോ നാം പറയും. ഈ ചൈതന്യത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ശരീരത്തിന് സുഖദുഃഖങ്ങൾ അനുഭവപ്പെടുന്നത്. ഒരാളുടെ ശരീരത്തിലുണ്ടാകുന്ന അത്തരം അനുഭവങ്ങൾ, ശീതോഷ്ണ സുഖദുഃഖാദികൾ മറ്റൊരാൾ അറിയുന്നില്ല. അവരവർക്കു മാത്രമേ ഇന്ദ്രിയജന്യങ്ങളായ അനുഭൂതികൾ അറിയാനാവുകയുള്ളൂ. ഒരേ വസ്തു ഭിന്ന വ്യക്തികളിൽ ഭിന്ന പ്രതികരണങ്ങൾ സൃഷ്ടിച്ചേക്കും. ഇവിടെ ഭഗവാൻ ഉന്മയുടെ തത്വം വെളിപ്പെടുത്തി. ഇനി മറുവശത്തുള്ള ജഡത്തിന്റെ, അതായത് ഇല്ലായ്മയുടെ സൂക്ഷ്മതത്വം വിശദീകരിക്കുകയാണ് 18ാം ശ്ലോകത്തിലേക്ക് പോകാം. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാദ്യുദ്ധ്യ സ്വഭാരത. അർത്ഥം: ശാശ്വതനും നാശമില്ലാത്തവനും അളവറ്റവനുമായ ആത്മാവിൻ്റെ ഈ ശരീരങ്ങൾ അന്ത എന്ന് പറഞ്ഞാൽ നാശമുള്ളവ ആണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അർജുന, യുദ്ധം ചെയ്യുക. ഈ ശരീരമെല്ലാം നാശമുള്ളവയാണ്. അതിനാൽ ആരും എന്നെന്നും ഈ ശരീരം വെച്ചു പോറ്റാൻ പോകുന്നില്ല. ജീവാത്മാവ് നാശമില്ലാത്തതാണ്, നിത്യനും ആണ്. ആത്മാവ് നിത്യനും അനാശിയും അപ്രമേയനുമാണ്. അതായത് ജനന മരണാദികൾ ഇല്ലാത്തവനും ഇന്ദ്രിയങ്ങളുടെ സഹായത്താൽ അളന്നു തൂക്കി തിട്ടപ്പെടുത്താൻ വഴങ്ങാത്തവനും ആണ്. ഇപ്പോൾ ശരീരിയായി കാണപ്പെടുന്നുവെങ്കിലും ഇത് പരമാത്മാവിൻ്റെ തന്നെ അംശമാണ്. അതുകൊണ്ടാണ് നിത്യൻ അപ്രമേയൻ എന്നൊക്കെ വിവരിച്ചത്. പരമാത്മാവെന്ന സ്ഥിതിയിൽ ശരീരാനുഭവം ഇല്ല.
ജീവാത്മാവ് പരമാത്മാവിൽ നിന്ന് വേർപെട്ടു നിൽക്കുമ്പോൾ മാത്രമേ ശരീരാനുഭവം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് ശരീരിയുടെ ഈ ദേഹങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത്. അർജുനനോട് ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിലും ആവർത്തിക്കുന്നു. ശ്ലോകം 19. യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. യാതൊരുവൻ ജീവാത്മാവിനെ ഹന്താവായി അറിയുന്നുവോ, യാതൊരുവൻ ജീവാത്മാവിനെ ഹനിക്കപ്പെട്ടവനായി കരുതുന്നുവോ, അവർ രണ്ടുപേരും അറിയുന്നില്ല, ആത്മാവ് കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നുമില്ല. അതായത് ജീവാത്മാവ് ആരെയും കൊല്ലുന്നില്ല, ജീവാത്മാവിനെ ആരും കൊല്ലുന്നതുമില്ല. നാശമുണ്ടാകുന്നത് ശരീരത്തിനാണ്. നമ്മുടെ ശരീരം നശിക്കുമ്പോഴും ആത്മാവിന് നാശമുണ്ടാകുന്നില്ല. ജഡചേതനകളുടെ തത്വം വേർതിരിച്ചറിയാൻ കഴിയാത്തവർ പഞ്ചേന്ദ്രിയങ്ങൾ വഴിക്ക് ലഭിക്കുന്ന ജ്ഞാനം യഥാർത്ഥം എന്ന് കരുതുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ജ്ഞാനം മാത്രമാണ് സത്യം. ജഡം നശിക്കുമ്പോൾ വസ്തു നശിച്ചതായി അവർ കരുതുന്നു. ആത്മജ്ഞാനം നേടാനാകാതെ ദേഹോ അഹമെന്ന ബുദ്ധി, ഈ ശരീരമാണ് ഞാൻ എന്ന വിചാരം ഉള്ളവൻ ഞാൻ കൊല്ലുന്നു, ഞാൻ മരിക്കുന്നു എന്നൊക്കെ തെറ്റായി വിചാരിച്ചു പോകുന്നു. എന്നാൽ സത്യം കാണാൻ കഴിയുന്നില്ല. അവർക്ക് സത്യം കാണാൻ കഴിയുന്നില്ല. ആത്മാവിന് മരണമില്ല, ശരീരമാണ് മരിക്കുന്നത് എന്ന് അവർക്ക് അറിയാൻ കഴിയുന്നില്ല. ഇക്കാര്യം തന്നെ കഠോപനിഷത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഹന്താ ചേൻ മന്യതേ ഹന്തും ഹതശ്ചേൻ മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. അതിൻ്റെ അർത്ഥം, അടിക്കുന്നവൻ ഞാൻ ഇവനെ അടിക്കുന്നുവെന്നോ അടിയേറ്റവൻ എനിക്ക് അടിയേറ്റുവെന്നോ കരുതുന്നുവെങ്കിൽ അവർ ഇരുവരും സത്യം അറിയുന്നില്ല. ഇവൻ അടിക്കുന്നില്ല, അടിയേൽക്കുന്നുമില്ല. ദേഹമാണ് ഞാൻ എന്ന് കരുതുന്നവർക്കാണ് ഈ ഭ്രമമെല്ലാം ഉണ്ടാകുന്നത്. അജ്ഞാനിയുടെ അനുഭവം ഇവിടെ വിവരിച്ചു. ഇനി ജ്ഞാനിയുടെ അനുഭവമാണ് വിവരിക്കുന്നത്. ശ്ലോകം 20. ന ജായതേ മ്രിയതേ വാ കദാചിന്നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോऽയം പുരാണോ ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇവൻ ഒരിക്കലും ജനിക്കുന്നില്ല, മരിക്കുന്നുമില്ല. ഇവൻ ഉണ്ടായിട്ട് ഇല്ലാതാകുകയുമില്ല. ജന്മമില്ലാത്തവനും നിത്യനും ശാശ്വതനും പണ്ടേ ഉള്ളവനുമായ ഇവൻ, ഇവൻ എന്ന് പറയുന്നത് ഇവിടെ ജീവാത്മാവിനെയാണ്. ശരീരേ, ശരീരം ഹനിക്കപ്പെടുമ്പോഴും ഹനിക്കപ്പെടുന്നില്ല, ആത്മാവ് ഹനിക്കപ്പെടുന്നില്ല. ജനന മരണങ്ങളില്ലാത്ത നിത്യനാണ് ആത്മാവ്. ഉണ്ടായിട്ടില്ലാതാകുക, ഇല്ലാതിരുന്നിട്ട് ഉണ്ടാകുക, ഇവയൊന്നും ആത്മാവിനില്ല. ശാശ്വതനാണ് ആത്മാവ്. എക്കാലവും അതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ നിത്യൻ, ശാശ്വതൻ, പുരാണൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശരീരം നശിക്കുമ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തനായ ആത്മാവ് ശേഷിക്കുന്നു, അതിന് നാശമുണ്ടാകുന്നില്ല. അർജുനനെ ഇവിടെ വധത്തിന് പ്രേരിപ്പിക്കുന്ന ഭഗവാൻ അധർമ്മത്തിൽ മുഴുകിയ അഥവാ അധർമ്മത്തിന്റെ വശം പിടിച്ച ശരീരങ്ങൾക്കാണ് വധശിക്ഷ, ആത്മാവിനല്ല എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേറിട്ട് നിലകൊള്ളുന്നു എന്നറിയുമ്പോൾ നശ്വരമായ ശരീരത്തിന് ഏൽപ്പിക്കുന്ന വികാരത്തെ മഹാപാതകമായി കരുതേണ്ടതില്ല എന്നാണ് വിവക്ഷിക്കുന്നത്. സാംഖ്യയോഗത്തിലെ 20 ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്തു കഴിഞ്ഞത്. ഇനി അടുത്ത ഭാഗത്ത് 21ാമത്തെ ശ്ലോകം മുതൽ ശ്രീ ഭഗവത്ഗീത പാരായണം തുടരുന്നതാണ്.